ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താ വിഷയം. അതായത് സോറി നമ്മളുടെ ട്രംപ് ചൈനയെക്കുറിച്ച് പറയുന്നതെല്ലാം വളരെ കറക്റ്റാണെന്നുള്ള കാര്യം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ വ്യാപ്തി നമുക്കത് എത്രത്തോളം അനുകൂലമാണ് പ്രതികൂലമാണ് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അമേരിക്ക നേരിടുന്നതിനേക്കാളും വലിയൊരു വിഷയമാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യ നേരിടുന്നത്, ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, കാരണം നമുക്കറിയാം ട്രേഡ് ഡിഫറൻസ്, അതായത് ഡെഫിസിറ്റ് അല്ലെങ്കിൽ വ്യാപാര കമ്മി ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ വളരെയധികമാണ്. ഈ ഫിനാൻഷ്യൽ 2025 ആകുമ്പോഴത്തേക്ക് $100 ബില്യൺ മുകളിലേക്ക് അത് പോകും എന്നുള്ള എസ്റ്റിമേഷനും ആശങ്കയൊക്കെ ഉണ്ട്. അപ്പം $100 ബില്യൺ നമ്മളൊരു രാജ്യമായിട്ട് വ്യാപാരം നടത്തുമ്പോൾ ഒരു ട്രേഡ് ഗ്യാപ്പ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭയാനകമാണ്, ആശങ്കാജനകമാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ട്രംപിൻ്റെ വ്യാപാര യുദ്ധം ചൈനയ്ക്കെതിരെയുള്ളത് അതിലെ ഉർവശി ശാപം ഉപകാരം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ കുറേ അളവിലെങ്കിലും അത് ഇന്ത്യക്ക് ഉപകാരമാകും എന്നുള്ളൊരു അസംഷൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പം വെച്ച് പുലർത്താം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു എന്താണ് പറയുന്നത് ഡിഫറൻസ്, അല്ലെങ്കിൽ ട്രേഡ് വാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്രതിസന്ധി. അപ്പോൾ അത് ചൈന പരമാവധി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സൗഹൃദപരമാക്കിയിട്ട് അവരുടെ ഇക്കണോമിക് ലോസ്, അമേരിക്കയുമായിട്ട് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ലഘൂകരിച്ചും അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ചൈനയെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്നാൽ തന്നെയും തൽക്കാലത്തേക്കെങ്കിലും ഒരു താൽക്കാലിക ശമനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന നമ്മളുമായിട്ട് കൂടുതൽ സൗഹൃദപരമായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയും, അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം ബ്രിക്സ് സമ്മിറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ചൈനയുടെയും നേതാക്കൾ തമ്മിൽ സംസാരിക്കുകയും നമ്മുടെ അന്ന് വരെ നിലനിന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനോ ഒക്കെ അവർ ട്രൂപ്സിനെ ഡിറ്റാച്ച് ചെയ്യാനും അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനൊക്കെ അവർ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. കാരണം ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ ഈ ഒരു മൂവ് ഇന്ത്യക്കെതിരെ ആരംഭിച്ചാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കുക എന്നുള്ളത് ചൈനയ്ക്ക് നേരത്തെ മുന്നേ കൂട്ടി അറിയാവുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവർ വലിയൊരു രാജ്യമായിട്ടുള്ള, കാരണം ട്രേഡിൽ ഒട്ടും തന്നെ ചൈനയുമായിട്ട് ഉള്ള ട്രേഡിൽ ഒട്ടും തന്നെ പുറകിലല്ല. പുറകിൽ മീൻസ് വോളിയത്തിൽ, കാരണം ഇന്ത്യ ഇഷ്ടം പോലെ ബിസിനസ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സൗഹൃദപരമാക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടുതൽ അല്പം കൂടെ അയവ് വരുന്ന രീതിയിൽ ചൈന പെരുമാറാനൊക്കെ തുടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇപ്പോൾ നേരത്തെ നമ്മൾ ചൈനയുടെ അംബാസഡർ ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ അതൊരു ചൈനീസ് ഗവൺമെൻറ് ഫൈനലായിട്ടുള്ള ഡിക്ലറേഷൻ വന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ചൈന ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ചൈനീസ് അംബാസഡർ, ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ പറയുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്. ബെയ്ജിങ് മൂവ്സ് ടു സൂതോ ഇന്ത്യ വാർ എന്ന് വെച്ചാൽ ഈ $100 ബില്യൺ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് ചൈനയ്ക്കെതിരെ എന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണുവാൻ ചൈന തയ്യാറാണ്. അല്പം കൂടെയൊക്കെ വിട്ടുവീഴ്ചകൾ ഇന്ത്യയുമായിട്ട് ചെയ്യുവാനും അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ചൈന, ഈ നിലനിൽക്കുന്ന നോൺ ടാരിഫ് ബാരിയേഴ്സ്, തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യാനൊക്കെ ചൈന തയ്യാറാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ കേൾക്കാൻ കഴിയുന്ന വാർത്ത, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ചൈന ഓൾറെഡി ഇൻഫോർമലായിട്ട് ആ ഒരു മെസ്സേജ് നമുക്ക് തന്നു കഴിഞ്ഞു. കാരണം ഈ ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ ചൈന കാര്യമായിട്ടുള്ള പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ചൈന ഇന്ത്യയിൽ നിന്ന് വാങ്ങുവാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ടാരിഫും നോൺ ടാരിഫ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ, ചുങ്കം, അതുപോലെ ചുങ്കമല്ലാതെ അല്ലെങ്കിൽ ഈ നികുതി അല്ലാതെ മറ്റ് തടസ്സങ്ങളൊക്കെ
ഒരു രാജ്യത്തിന് വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ തടസ്സം എന്ന് പറഞ്ഞാൽ നോൺ ടാരിഫായിട്ടുള്ള, ഉദാഹരണത്തിന് ക്വാളിറ്റി നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാതിരിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ട്, നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ സാധനങ്ങൾ ചൈനയിലേക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുള്ള രണ്ട് മൂന്ന് വ്യക്തികൾ ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടുള്ളൊരു മെസ്സേജ് പുറത്തേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഈ അമേരിക്ക ഇപ്പം 145% ടാരിഫ് ചൈനയുടെ മുകളിൽ ചുമത്തിയതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള, ഫോർമലായിട്ടുള്ള അതിനുള്ള റെസ്പോൺസ് ഒന്നും ഇന്ത്യ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത് ഇപ്പം നമ്മളിപ്പം ഈ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചാനലിൽ കൂടെ മാത്രം അത് സംഭവിക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഭരണതലപ്പത്തുനിന്നും, അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തലത്തുനിന്നുമൊക്കെ ഫോർമലായിട്ടുള്ളൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനൊരു മറുപടി തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആശങ്ക, ഭീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം ഈ അമേരിക്കയുമായിട്ട് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഈ പറഞ്ഞ ട്രേഡ്, വാണിജ്യം അല്ലെങ്കിൽ കച്ചവടം, അതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളായിരിക്കും. കാരണം വൻതോതിൽ ചൈനയുടെ സാധനങ്ങൾ, സാമഗ്രികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം അപ്പം നമ്മളുടെ ഭരണകൂടവും അല്ലെങ്കിൽ ഭരണ സംവിധാനമൊക്കെ ഭയക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ വാണിജ്യപരമായിട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ചില കാര്യങ്ങളൊക്കെ, നിലനിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈസി ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഇളവുകൾ നൽകേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു മ്യൂച്വൽ കൺസിഡറേഷൻ്റെ പേരിൽ. ചിലപ്പോൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് പോലെ നമുക്കൊരു സ്വതന്ത്ര വ്യാപാര കരാറിലൊക്കെ നമ്മൾ പരസ്പരം ഏർപ്പെടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഏർപ്പെടേണ്ടി വന്നാൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് ഈസി ചെയ്താൽ തന്നെ, അതിൻ്റെ ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഇന്ത്യ തന്നെയായിരിക്കും. കാരണം ചൈന ഒരു മാനുഫാക്ചറിങ് പവർ ഹൗസ് ആയതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്ട്സ്, ഗുഡ്സ് എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ആശങ്ക നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ഇൻഫോർമലായിട്ടുള്ള ആ ഒരു പ്രസ്താവന അല്ലാതെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ചൈനയുടെ അംബാസഡർ പിന്നെ ഈ പറഞ്ഞ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ ഇമ്പോർട്ട് ചെയ്യാൻ ചൈന തയ്യാറാണ്. അപ്പോൾ ഈ റെസിപ്രോക്കൽ ടാരിഫ് ട്രംപ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പറഞ്ഞ ഈ ചൈനയുടെ ഒരു ഗവൺമെൻറ് മീഡിയ ഉണ്ട്, ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്ലോബൽ ടൈംസിനോടൊരു ഇൻ്റർവ്യൂവിലാണ് ചൈനീസ് അംബാസഡർ, അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, ഷൂ ഇസഡ്യു, എന്താണ് ഇത് കറക്ഷൻ സ്പെല്ല് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ അംബാസഡർ, അതായത് ഇന്ത്യൻ അംബാസഡറാണ്, ചൈനീസ് ഇന്ത്യൻ അംബാസഡറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ചൈന ടൈസ് ബന്ധങ്ങൾ ഇപ്പം വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ്. അപ്പം അതുകൊണ്ട് പുള്ളി നമ്മളോട് പറയുന്നത് എന്താണ്, ന്യൂഡൽഹി ഷുഡ് ക്രിയേറ്റ് എ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ബിസിനസ് ക്ലൈമറ്റ് എന്നാണ്. ചൈനീസ് കമ്പനികൾക്ക്, അതായത് ട്രംപ് എങ്ങനെയാണോ ഈ ഇന്ത്യയോടും ചൈനയോടും ഒക്കെ പറയുന്നത്, അതേ വാക്യം തന്നെയാണ് ഈ ചൈനീസ് അംബാസഡർ നമ്മളോട് പറയുന്നത്. നമ്മളോടെല്ലാം സ്റ്റേറ്റ് മീഡിയയ്ക്കുള്ള ഇൻ്റർവ്യൂ പുള്ളി പറയുന്നത്, ഇന്ത്യ അല്പം കൂടെ ഒക്കെ ചൈനയുടെ കമ്പനികൾക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ മറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വൻതോതിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ സാധനങ്ങൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കയറ്റി അയക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പൊതുവേ ഉള്ളൊരു അഭിപ്രായം നിലനിൽക്കുന്നത്, നമ്മൾ ചൈനയുമായിട്ട് ഈ പറഞ്ഞ ടാരിഫും നോൺ ടാരിഫും ഒക്കെ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇളവ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കായിരിക്കും. കാരണം ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ ചീപ്പായിട്ടുള്ള മാനുഫാക്ചർഡ് ഗുഡ്സ്, പിന്നെ അത് ഇന്ത്യയിലേക്കുള്ള കുത്തൊഴുക്ക്, അതിനകത്തിൽ യാതൊരു കുറവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അത് ഇപ്പോൾ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, കാരണം ഇന്ത്യക്കും ആസിയാൻ രാജ്യങ്ങൾക്കും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പം
ഈ പറഞ്ഞ ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പം വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ഈ മലേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ചൈന ചെന്നിട്ട് ചെന്നിട്ട് പറഞ്ഞാൽ ആ രാജ്യങ്ങളിൽ ചൈനയുടെ ബിസിനസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അവർക്ക് പിന്നെ ഒന്ന് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നോ മെയ്ഡ് ഇൻ തായ്ലൻഡ് എന്നോ മെയ്ഡ് ഇൻ മലേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ചൈന ചെയ്യുന്നത് സ്ഥിരം പരിപാടിയാണ്. നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്തതാണ്. കാരണം മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് അവരെങ്ങനെയാണ് സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആസിയൻ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇല്ലീഗലായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഇളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ചൈനയുടെ സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചൈന ഓൾറെഡി ഗ്ലോബൽ ട്രേഡിൽ, ആഗോള വാണിജ്യത്തിൽ അവരാണല്ലോ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. കാരണം $1 ട്രില്യൺ സർപ്ലസ് ഉണ്ടെന്ന് കഴിഞ്ഞ വർഷങ്ങളിലും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് യൂറോപ്യൻ യൂണിയൻ, ജപ്പാന്, അമേരിക്ക, ഇന്ത്യ. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ഉള്ള ട്രേഡിൽ ചൈനയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ മുകളിലാണ്. അപ്പോൾ അവർ വളരെ അൺഫെയർ ആയിട്ടുള്ള ഈ ട്രേഡ് പ്രാക്ടീസസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അവരുടെ ചില ഈ നിഗൂഢമായിട്ടുള്ള ഈ സബ്സിഡി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അവരുടെ എക്സ്പോർട്ടേഴ്സിന്. എന്നുവെച്ചാൽ ലോകത്തെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനോട് വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനും വേണ്ടി അവരുടെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ചില ടാസിറ്റായിട്ടുള്ള, ആർക്കും അത് മനസ്സിലാകത്തില്ല ഏത് രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില സബ്സിഡി പ്രോഗ്രാംസ് എല്ലാം കൊടുത്ത് എക്സ്പോർട്ടേഴ്സിന് കൊടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിനെ കോൺകർ ചെയ്യുന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ഡെഫിസിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് 125%, 145%ത്തിലേക്ക് ചൈനയുടെ ഇമ്പോർട്ടിൻ്റെ മുകളിൽ ഈ ടാരിഫ് അല്ലെങ്കിൽ റിട്ടാലിറ്ററി റെസിപ്രോക്കൽ ടാരിഫൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് 2024 ഏകദേശം $582.4 ബില്യൺ ആയിരുന്നു. അതിനകത്തിൽ അമേരിക്കയ്ക്ക് ഏകദേശം അതിൻ്റെ പകുതി $295.4 ബില്യൺ ഡെഫിസിറ്റും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ചൈനയ്ക്കാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിലും ഇത്രയും വോളിയം ഇല്ലെങ്കിൽ തന്നെയും ഏകദേശം $100 ബില്യൺ ട്രേഡ് സർപ്ലസ് ചൈനയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ കൊണ്ട് ചൈന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വലുതാവുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാനും നമുക്ക് വളരുവാനും സാധിക്കാത്തതിൻ്റെയും കൂടെ വലിയൊരു ലക്ഷണമാണെന്ന് പറഞ്ഞാൽ. കാരണം ചൈനയെ പോലെ തന്നെ പോപ്പുലേഷനും മാൻ പവറും അല്ലെങ്കിൽ അവരെക്കാളിലും ബെറ്ററായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ഒരു മാൻ പവറിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും അല്ലെങ്കിൽ സൃഷ്ടിക്കാനും ഒക്കെ കഴിവുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ എന്നിട്ടും ഈ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രാജ്യത്ത് ഈ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ വലിയൊരു ഭീഷണി നമുക്ക് നേരിടേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ചൈന നമ്മളോട് സൗഹൃദപരമായിട്ട് അടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, തീർച്ചയായിട്ടും കൂടുതൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുവാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പം ട്രേഡ് ഡെഫിസിറ്റിൽ ഇന്ത്യ വലിയൊരു അന്തരം അല്ലെങ്കിൽ ട്രേഡിൽ വലിയൊരു അന്തരം നേടുന്നുണ്ട്. കോവിഡിന് മുമ്പ് 2019-20 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചൈനയായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് തന്നെ 48.65 ബില്യനായിരുന്നു. അത് 2021 കാലഘട്ടത്തിൽ 44 ബില്യനായിട്ട് കുറഞ്ഞത്. കാരണം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നതിന് ശേഷം അതിനുശേഷം വീണ്ടും ആ ഒരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ വ്യാപാര കമ്മി ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021-22 അത് 73.31 ബില്യനായി. 22-23 $83.2 ബില്യൺ 23-24 കാലഘട്ടത്തിൽ $85.08 ബില്യൺ അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ചൈനയുമായിട്ടുള്ള ട്രേഡിൻ്റെ അന്തരം എന്നുവെച്ചാൽ നമ്മളും അവരുമായിട്ടുള്ള ട്രേഡിൽ നമുക്ക് ഉണ്ടാകുന്ന ട്രേഡ് ഡെഫിസിറ്റിൻ്റെ അളവ് വളരെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ 25 ആകുമ്പോഴത്തേക്ക് അത് $100 ബില്യൺ ആകുമെന്നുള്ള ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റിന് ഇതുവരെ വളരെ പ്രായോഗികമായിട്ട് ആ ഡോക്ലാം ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ നമ്മൾ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നിട്ടും അതൊന്നും വലിയൊരു
കാര്യമാത്രമായിട്ടുള്ള ഒരു പരിഹാരമൊന്നും, എന്നുവെച്ചാൽ ഇതിനകത്തിൽ ഈ വൻ തോതിലുള്ളൊരു കുറവുണ്ടാക്കുവാനൊന്നും സഹായിച്ചില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പം അത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ചൈനയെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ള നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ 2020 ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുള്ള നമ്മൾ തമ്മിലുള്ള ഡോക്ലാം ഇഷ്യൂ സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നിർത്തിവെച്ചിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ചൈനയുടെ ആപ്ലിക്കേഷൻസ്, അതുപോലെ ചൈനയുടെ കമ്പനിയുടെ മുകളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് മനസ്സിലായി കൂടുതൽ അവർക്ക് വളർച്ച കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് അല്ലെങ്കിൽ വാണിജ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകും. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് ചൈനയ്ക്കെതിരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചൈനയ്ക്ക് വൻതോതിലുള്ള, അതിൻ്റെ കൂടെ ചൈനയുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും ഇപ്പോൾ പഴയതുപോലെ ഊർജിതമല്ല, അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് പശ്ചാത്തലത്തിൽ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ അവർ കാണിക്കുന്ന ഈ പറഞ്ഞൊരു റിന്യൂഡായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമുക്ക് കാണാം, നമ്മൾ സൗഹൃദപരമായിട്ട് നീങ്ങേണ്ട രണ്ട് രാജ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ട്രേഡിലെ അന്തരം കുറയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം മുന്നോട്ട് വരുന്നത്. അപ്പം അങ്ങനെ LSലെ പ്രശ്നമൊക്കെ ഏകദേശം നമ്മൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ച് അതിനൊക്കെ ഒരു അയവ് വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടോക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ചൈനയെ നമുക്ക് എത്രത്തോളം നമ്പാൻ പറ്റും എന്നുള്ളത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഒരു ഡേറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചൈനയിലേക്കുള്ള നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ട് 2024-25 കാലയളവിൽ 11 മാസത്തെ എക്സ്പോർട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് $12.74 ബില്യൺ എക്സ്പോർട്ട് മാത്രമേ ഇന്ത്യക്ക് ചൈനയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുള്ളൂ ഏപ്രിൽ 24 മുതൽ ഫെബ്രുവരി 25 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പം അതിലൊരു 15.66% കുറവാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഇമ്പോർട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ചൈന ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത് 10.41% കൂടുകയും ചെയ്തു സെയിം പീരീഡിൽ തന്നെ. 103.78 ബില്യൺ എക്സ്പോർട്ട് അവർ ചെയ്യുകയും ചെയ്തു. 2023-24 കാലഘട്ടത്തെ 93.99 ബില്യൺ അപേക്ഷിച്ച് 103.78 ബില്യൺ അവിടെ അവർക്ക് വർധനമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യയുടെ അങ്ങോട്ടുള്ള എക്സ്പോർട്ടിനകത്തിൽ ഏകദേശം 15% കുറവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഈ ഒരു മേഖലയിൽ ഇതിൻ്റെ ട്രെൻഡ് ഇന്ത്യക്ക് പ്രതികൂലമായിട്ട് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫിനാൻഷ്യൽ 2025 ഫിനാൻഷ്യലിൽ ഏകദേശം 11 മാസത്തെ 91 ബില്യൺ ട്രേഡ് സർപ്ലസ് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 24-25 കാലഘട്ടം ആകുമ്പോഴത്തേക്ക് 24-25 കഴിഞ്ഞു, മാർച്ച് ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡേറ്റ വന്നിട്ടില്ല. അത് $100 ബില്യൺ മുകളിൽ 100 ബില്യൺ ടച്ച് ചെയ്തതിന് മുകളിൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അധികം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന മേഖലയാണ്. അതിൻ്റെയോടൊപ്പം തന്നെയാണ് ചൈന പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ അടുത്ത് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ലോഞ്ചിങ് പ്ലാറ്റ്ഫോമായിട്ട് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ബാർഗൈന് പോകുമ്പോൾ അവരോട് ശക്തമായിട്ട് അവരുടെ മുന്നിൽ വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും. പാകിസ്ഥാനും ബംഗ്ലാദേശും മറന്നു മാത്രം നിങ്ങൾ കളിച്ചാൽ മതി. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ശക്തമാക്കുകയാണെങ്കിൽ ട്രേഡിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ചൈനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ചൈന മുട്ടുകുത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അതിന് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള ഒരു വിഷയം കൂടെ നിലനിൽപ്പുണ്ട്.
അപ്പം ചൈനയുടെ ഇമ്പോർട്ട്, അതായത് ചൈനയുടെ എക്സ്പോർട്ട് ഇന്ത്യയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ എക്സ്പോർട്ട് ചൈനയിലേക്ക് വളരെ കുറവുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിനകത്തിൽ ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഇന്ത്യൻ ഭരണാധിപന്മാരുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇതിനകത്തിലെ ഒരു നിയന്ത്രണമില്ലാതെ ഈ പറഞ്ഞ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഒരു നിലനിൽപ്പിൻ്റെ തന്നെ വലിയൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ അവരെ തീറ്റിപ്പോറ്റുന്നതിന് തുല്യമാണ്. $100 ബില്യൺ ട്രേഡ് സർപ്ലസ് ചൈനയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അവർ ആ പൈസ ഉപയോഗിച്ചാണ് അവർ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ സഹായിക്കുകയും ഈ രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇന്ത്യ ഈ മൂന്ന് ശത്രു രാജ്യങ്ങളെ, അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രണ്ട് രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യ അതിന് ഒരു നേരിട്ടില്ലെങ്കിലും ഡയറക്റ്റായിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മളതിന് ഒരു പെർമിഷൻ കൊടുക്കുന്നു, അനുവാദം കൊടുക്കുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ അതുപോലുള്ള മേഖലകളിലൊക്കെ, അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അല്പം കൂടെ ഒക്കെ ടഫറായിട്ടുള്ള സ്റ്റാൻഡ് നമ്മുടെ ഭരണ പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൈനയെ ഇങ്ങനെ വളർത്തുവാൻ വിട്ടുകഴിഞ്ഞാൽ അത് നമ്മൾ ചൈനയിൽ നിന്ന് മാത്രമല്ല ഒരു ഭീഷണി നേരിടേണ്ടത്, കറസ്പോണ്ടിങ് ആയിട്ട് പാകിസ്ഥാനിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും പിന്നെ ഭാഗത്തു നിന്നും. കാരണം ചൈന എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും ബോൾഡ് ആയിരിക്കും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യ വാണിജ്യപരമായിട്ട് ചൈനയെ കൂടുതൽ സഹായിച്ച് അവർക്ക് കൂടുതൽ വാണിജ്യവും കച്ചവടവും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് അവർ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും വളർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ട്രംപ് പറഞ്ഞ പോലെ തന്നെ സ്റ്റുപ്പിഡ് പോളിസി തന്നെ ആയിരിക്കും. മുൻപുള്ള പ്രസിഡന്റുമാരുടെ സ്റ്റുപ്പിഡ് പോളിസി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു സ്റ്റുപ്പിഡ് പോളിസി ആയിരിക്കും എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇന്ത്യ പിന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? കീ ഇമ്പോർട്ട്സ് ഫ്രം ചൈന, ഇലക്ട്രോണിക്സ്, അതൊക്കെ വൻതോതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് കമ്പോണൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ടെലികോം ഇൻസ്ട്രുമെൻറ്റ്സ്, ഡയറി മെഷീനറി, ഓർഗാനിക് കെമിക്കൽസ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം കമ്പോണൻസ് കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മൊബൈൽ ഫോൺ അതുപോലുള്ള സാധനങ്ങളെല്ലാം തന്നെ. പിന്നെ ഇലക്ട്രിക്കൽ മെഷീനറി, പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, എന്ന് വെച്ചാൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത്, മനസ്സിലായല്ലോ. അതുപോലെ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട സോളാർ പാനൽ നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ 80% കൂടുതൽ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഇലക്ട്രോണിക് കമ്പോണൻസ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നതായിരിക്കും. എന്നാൽ തന്നെയും മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചൈനയിൽ നിന്നാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആയിട്ടും സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആയിട്ടും റോ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി അവരെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അയൺ ഓർ, മറൈൻ പ്രോഡക്ട്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഓർഗാനിക് കെമിക്കൽസ് ചൈന ഇങ്ങോട്ടും ഉണ്ട്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഓർഗാനിക് കെമിക്കൽസ്, സ്പൈസസ്, കാസ്റ്റർ ഓയിൽ, ടെലികോം എക്യുപ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കുറവും അവർ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതലുമാണ്. ആ ഒരു വോളിയത്തിലെ വ്യത്യാസമാണ് നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇത്രയും $100 ബില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ $100 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, വളരെ വലിയൊരു തുക തന്നെയാണ്, വലിയൊരു എമൗണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. വിയറ്റ്നാമിന് പോലും അമേരിക്കയുടെ ട്രേഡ് നടത്തിയ $125 ബില്യൺ സർപ്ലസ് ഉണ്ട്. അത്രയും ചെറിയൊരു രാജ്യം ആയിട്ട് തന്നെ വിയറ്റ്നാമും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിൽ വിയറ്റ്നാമിനാണ് $125 ബില്യൺ ട്രേഡ് സർപ്ലസ് അമേരിക്കയ്ക്കെതിരെയുണ്ട്. അപ്പോൾ അന്നേരമാണ് നമ്മളെപ്പോലെ വലിയൊരു രാജ്യമായിട്ട് നിന്നിട്ട് നമുക്ക് ഇത്രയും $100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ചൈനയ്ക്ക് എതിരെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പരാജയത്തിൻ്റെ വലിയൊരു ലക്ഷണം തന്നെയാണ്. അപ്പം അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും. അപ്പം അതിനെ എങ്ങനെ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടങ്ങളും കൈകാര്യം ചെയ്യും, മാനേജ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ ചൈന റിലേഷനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ചില ഇളവുകൾ, വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അത് അവരും അമേരിക്കയും തമ്മിൽ നിൽക്കുന്ന വ്യാപാര യുദ്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ്.
അപ്പോൾ അതിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയുടെ തനി സ്വരൂപം നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.